യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ജീവിതം നന്മ പ്രവൃത്തികളാലും അതുപോലെ നല്ല സ്വഭാവത്താലും അലങ്കൃതമാണെങ്കിൽ തങ്ങളുടെ ജീവിതം എപ്പോഴും സുരക്ഷിതത്വം ആയിരിക്കുമെന്നും ദൈവത്തിന് തങ്ങളോട് പ്രസാദമുണ്ടാകുമെന്നും പലരും ചിന്തിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43, 44, 45 വാക്യങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യേശുക്രിസ്തു ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചിട്ട് ഇപ്രകാരം പറയുന്നു: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഒരു വ്യക്തിയെ അശുദ്ധാത്മാവ് വിട്ടു പുറപ്പെട്ടു. അതിനുശേഷം ആ വ്യക്തിയിൽ വന്ന മാറ്റം എന്താണെന്ന് യേശു 12-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നു. ആ വീട് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. അതായത് ഒരു വ്യക്തിയെ അശുദ്ധാത്മാവ് വിട്ടു പുറപ്പെട്ടപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, വാസ്തവത്തിൽ ഈ മാറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു മാറ്റം തന്നെയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ആ വ്യക്തി വളരെ ക്രമീകൃതമായ ഒരു ജീവിതത്തിലേക്കും അതുപോലെ തന്നെ വളരെ മനോഹരമായി വസ്ത്രം ധരിച്ചും നല്ല അപ്പിയറൻസോടുകൂടെ ആ വ്യക്തി കാണുന്നു. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ലോകം കൂടുതലും ആളുകളെ ബഹുമാനിക്കുന്നത് ആ വ്യക്തിയിൽ കാണുന്നതായ വളരെ ക്രമീകൃതവും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ അപ്പിയറൻസ്, മറ്റുള്ളവരുടെ മുമ്പാകെ ആ വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെയാണ് ലോകത്തിൻ്റെ ബഹുമാനത്തിന് കാരണമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ആ വ്യക്തിയിൽ ഉള്ളതായ പ്രധാനപ്പെട്ട ന്യൂനത എടുത്തു കാണിക്കുന്നു. ആ വ്യക്തി ഒഴിഞ്ഞ വ്യക്തിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എംപ്റ്റിനെസ്, ശൂന്യത അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറി. മാത്രമല്ല ഇവിടെ പിശാച് പറയുന്ന കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കണം. താൻ പറയുന്നു, ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. മനുഷ്യനെ ഒരു വീടായിട്ട് പിശാച് കാണുകയാണ്. അപ്പോൾ പിശാചിൻ്റെ നമ്മളോടുള്ള മനോഭാവം എന്താണെന്ന് നാം മനസ്സിലാക്കണം. നമ്മെ ഒരു ഭവനമായി കാണുന്നു. പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ്, ഈ ഭവനം അവൻ ഉണ്ടാക്കിയതല്ല, അവൻ വാങ്ങിയതുമല്ല. മാത്രമല്ല ഈ ഭവനത്തിന് യാതൊരുവിധമായ അർഹതയും പിശാചിനില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്, ദൈവമാണ് പാപത്താൽ നശിച്ചുപോയതായ നമ്മെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അവകാശമുള്ളൂ, ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉടമസ്ഥതയുള്ളൂ, ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വമുള്ളൂ. എന്നാൽ പിശാച് അവനെന്താണ് ചിന്തിക്കുന്നത്? അവൻ പറയുന്നു, അതെൻ്റെ വീടാണ്. നോക്കിക്കേ, യാതൊരു അർഹതയും ആ ഭവനത്തിന് അവനില്ല, അവൻ വില കൊടുത്ത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വചനത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, പിശാചിന് നമ്മളോടുള്ള അവകാശം എന്താണ്? യാതൊരു അവകാശവും നമ്മുടെ മേലില്ല. പക്ഷേ പിശാച് എന്ത് ചെയ്യുന്നു? അവൻ നമ്മെ അവൻ്റെ വീടാക്കുവാൻ ശ്രമിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ വ്യക്തിയിൽ ഈ അശുദ്ധാത്മാവിന് കുടികൊള്ളുവാൻ കഴിയാത്തതായ ഒരവസ്ഥ സംജാതമായിരിക്കുക. അതുകൊണ്ടാണ് ആ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയത്. ഒരുപക്ഷെ അവൻ സുവിശേഷം കേട്ട് കാണും, അവൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി കാണും, അവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിക്കാണും. പക്ഷേ ഇതൊക്കെ അവൻ ചെയ്തിട്ടും അവൻ്റെ ജീവിതത്തിൽ യേശു ഇല്ലാത്തതായ ഒരു അനുഭവം അവനിലുണ്ടായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്തുണ്ടായാലും, എന്ത് അഭിവൃദ്ധികളും എന്ത് സമ്പന്നതയും എത്രത്തോളം ബന്ധങ്ങളും നമുക്കുണ്ടായാലും യേശു ഇല്ലെങ്കിൽ ആ ജീവിതം ഇവിടെ കാണുന്നത് പോലെ ശൂന്യമാണ്. അപ്പോൾ ശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പിശാച് കടന്നു വരും. കാരണം അവന് ഒരു ഭവനം ആവശ്യമാണ്. മുമ്പിലത്തെ സ്ഥിതി
ഇവിടെ യേശു പറയുന്നു, അവൻ്റെ ജീവിതത്തിൽ പിശാചുണ്ടായിരുന്നു, പക്ഷെ വിട്ടുപോയി. എന്നാൽ ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണവും അതേപോലെ അവൻ അലങ്കരിച്ചതുമായി കാണുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് ഇനിയും ഇവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ തന്നെ നോക്കിയാൽ നടക്കുകയില്ല. താൻ എന്തു ചെയ്യുന്നു? ആ ദുഷ്ടാത്മാവ് ചെന്ന് 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, വിട്ടുപോയ ആ ആത്മാവിലും വളരെ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവർ കുടിയേറി പാർക്കുന്നു. യേശു പറയുന്നു, ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തോടുള്ള വളരെ വ്യക്തമായൊരു മുന്നറിയിപ്പാണ്. ജീവിതത്തിൽ എന്തുണ്ടായാലും യേശുവില്ലെങ്കിൽ, യേശുവിനോടൊരു ബന്ധമില്ലെങ്കിൽ, കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ നാം പിശാചിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. എന്ന് മാത്രമല്ല, നാം പുകഴുന്നതായ ക്രമീകരണങ്ങളും നമ്മൾ പുകഴുന്നതായ ആഡംബരങ്ങളും മറ്റ് ബാഹ്യമായ അലങ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും യേശുവില്ലെങ്കിൽ നാം ശൂന്യരാണ്. പിശാച് നമ്മളിൽ ആധിപത്യം വിടും. ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ശൂന്യതയിൽ നീ ഇറങ്ങി വസിക്കണമേ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ആയിരിക്കണമേ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ ഇന്ന് ഈ ദിവസം ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ജീവിതം ശൂന്യമായി പോകാറുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാതെ കർത്താവെ ബാഹ്യമായ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, പിശാച് ഞങ്ങളിലേക്ക് കയറി വരും. എന്നാൽ യേശുവിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിശാചിന് ഞങ്ങളുടെ മേൽ അവകാശമില്ല. ഇന്നെ കേൾക്കുന്ന ഏവരും കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ.